മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 2 ലക്ഷം അധിക ധനസഹായം അനുവദിക്കാന് മന്ത്രിസഭായോഗത്തില് തീരുമാനം. യോഗത്തിനു ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇക്കാര്യം അറിയിച്ചു. PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാനുള്ള ധാരണാപത്രത്തില് ഒപ്പുവെക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീട്ടിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കില്ലെന്നും എന്നാൽ പദ്ധതിയുടെ എംബ്ലം വെക്കണമെന്ന നിർദ്ദേശമുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് 2025 മുതൽ 26 വരെ സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തുനിന്നുള്ള ചരക്കുനീക്കത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും 2026 ഓഗസ്റ്റ് 18-ന് തുടക്കം കുറിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതുവരെയും പോർട്ട് കേന്ദ്രീകരിച്ച് നടന്നത് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണെന്നും തുറമുഖത്തിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് നാടിന് ലഭിക്കുന്ന ചുവടുവയ്പ്പാണിതെന്നും മുഖ്യമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. ഖനന നിയമഭേദഗതി സംസ്ഥാനത്തെ ബാധിക്കുമെന്നും ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്നും വി.ഡി. സതീശന് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുതലപ്പൊഴിയിലെ അപകടാവസ്ഥ പരിഹരിക്കും. അടുത്തയാഴ്ച യോഗം ചേരും. ഏതെല്ലാം രീതിയിൽ കുടുംബത്തെ സഹായിക്കാനാകുമോ അതെല്ലാം ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കാസർകോട് ലഹരിക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെയും തനിക്കറിയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഹമ്മദ് ഹുസൈനെയും അബ്ദുൽ സലാമിനെയും എനിക്ക് നേരിട്ടറിയാം. മുഹമ്മദ് ഹുസൈന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ലാത്തിചാർജില് അദ്ദേഹത്തിന് ക്രൂരമായി പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ് കിടക്കുമ്പോഴാണ് ഫോണില് വിളിച്ചത്. ആശ്വസിപ്പിച്ചു. ആ കൂട്ടത്തില് വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ പഞ്ചായത്തില് പരിപാടിക്ക് പോയപ്പോഴാണ് MLAയ്ക്കും ഭാരവാഹികൾക്കുമൊപ്പം വീട്ടില് പോയത്. അതിനുശേഷം 3-4 തവണ നേരില് കണ്ടിട്ടുണ്ട്. അടികൊണ്ട് പിള്ളേര് വരുമ്പോൾ ചേർത്തു നിർത്തും. അന്നൊന്നും ലഹരി സംബന്ധിച്ച കാര്യം അറിയില്ലായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത്, മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്നാല് തന്റെ സോഷ്യൽ മീഡിയ ടീമില് ഇവരില്ലെന്നും തനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ലെന്നും വി.ഡി. സതീശന് വിശദീകരിച്ചു. സോഷ്യൽ മീഡിയയിൽ നിന്നും വാർത്ത നീക്കം ചെയ്യാൻ ഇടപെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശന് വിശദീകരിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളില് ഇടപെട്ടതിനെ അഭിനന്ദിച്ച് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസംഗം വരെ സോഷ്യൽ മീഡിയ റിമൂവ് ചെയ്തു. ഷിബു ബേബി ജോണും ഞാനും ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയതും റിമൂവ് ചെയ്തു. തെലങ്കാന, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാരുടെ വാർത്തകളും റിമൂവ് ചെയ്തിട്ടുണ്ട്. മെറ്റ എന്താണ് ചെയ്യുന്നതെന്നറിയില്ല. ഞാനോ എന്റെ ഓഫീസോ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്ന വാർത്ത മെറ്റ റിമൂവ് ചെയ്യുമോ? ആ സ്വാധീനം എനിക്കുണ്ടോ? വി.ഡി. സതീശന് പറഞ്ഞു. വിഷയത്തില് നിങ്ങൾ പരാതി നൽകണമെന്നും സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്റെ ഓഫീസിലെ ഒരാളും മെറ്റയുമായി സംസാരിച്ചിട്ടില്ല. മെറ്റയുടെ പോളിസിയില് വന്ന മാറ്റമാണോ നിലവിലെ വാർത്ത പിൻവലിക്കലിന് കാരണമെന്ന് അറിയില്ല. എന്നെ വിമർശിക്കുന്ന പോസ്റ്റുകള് റിമൂവ് ചെയ്യരുതെന്ന് പറഞ്ഞു വേണമെങ്കില് കത്തെഴുതാമെന്നും പിൻവലിച്ച കാർഡുകൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടാമെന്നും വി.ഡി. സതീശന് പറഞ്ഞു.